നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണായി. ഓണത്തിനപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കാമല്ലോ അല്ലേ. പായസം എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ്. പരിപ്പായാലും അരിപ്പായസമായാലും സേമിയായാലും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പരിപ്പാണ് പായസം. എല്ലാവർക്കും അറിയുന്നതാവും. ചെറുപയർ പരിപ്പുണ്ട് പായസം എല്ലാവരും വെക്കണതല്ലേ. അപ്പോൾ ഇന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്കൊരു സ്പെഷ്യൽ ശർക്കരപ്പൊടി കിട്ടി. ഈ ശർക്കരപ്പൊടി നമ്മുടെ ഫാർമർ ഫസ്റ്റ് അത് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയാലോ, ഫാർമറാണ് മുമ്പിലുള്ളത് എന്ന്. അപ്പോൾ ഇവർ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യണത് ഈ കർഷകരെയാണ്. ഇതിൻ്റെ ലാഭം കിട്ടണതും അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും ഒക്കെ കർഷകർക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ് കമ്പനി. അവരുണ്ടാക്കുന്ന ശുദ്ധമായിട്ടുള്ള ശർക്കരപ്പൊടിയാണ്. ഞാനിത് ഫസ്റ്റ് വാങ്ങിയത് ആറങ്ങോട്ടുകര ശ്രീജേശ്വര കൊയ്ത്തുത്സവത്തിന് അവിടുന്ന് ഞാനത് വാങ്ങേണ്ടതുണ്ട്. ഇതിലെന്താ വെച്ചാൽ 100% ശർക്കരയുടെ കണ്ടൻറ്റ് തന്നെയാണ്. മറ്റേത് നമ്മൾ സാധാരണ വാങ്ങുന്ന ശർക്കരയിൽ പഞ്ചസാരയുടെ കണ്ടൻറ്റ് നല്ലോണം ഉണ്ട്. പലരും ശർക്കരയാണല്ലോ ഷുഗറുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ധാരാളം ശർക്കര ഈ ചായയിൽ പോലും ശർക്കര പൊടി ഇട്ട് കഴിക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, പഞ്ചസാരയുടെ കണ്ടൻറ്റ് ഇല്ല. പക്ഷേ ഷുഗറിന് പഞ്ചസാര മാത്രമല്ല കേട്ടോ, ഷുഗറിനെ വട്ടത്തിലാക്കണ സാധനം, കാർബോഹൈഡ്രേറ്റൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഈ ശർക്കരപ്പൊടി കൊണ്ടുള്ള പായസമാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ക്ലീനാണ്. നമ്മൾ സാധാരണ ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കല്ലും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ തരികളൊക്കെ ഉണ്ടാവലുണ്ട്. ഇതങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഡയറക്റ്റ്ലി പായസത്തിലേക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ ചോറ് മാറ്റി ഉരുളി വെച്ചു. നമുക്കൊരു ഗ്ലാസ് പരിപ്പുണ്ട് ഉണ്ടാക്കണം കേട്ടോ, കുറച്ച് ഉണ്ടാക്കണല്ലോ. പരിപ്പ് നല്ലോണം മറക്കണം കേട്ടോ, നല്ല കളറ് മാറണം, നല്ല വാസന വരും പരിപ്പിൻ്റെ. പരിപ്രധാൻ്റെ ഒരു സ്വാദ് തന്നെ അതാണ് കേട്ടോ, പരിപ്പിൻ്റെ വറവിൻ്റെ സ്വാദാണ്. ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട് ഇവിടെ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ട് 18-ാം തീയതി ഗുരുവായൂർ. അപ്പോൾ അവരിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ പായസം. അതുപോലെ ഓണത്തിന് ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ച് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓണം വെച്ചിട്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് സാധനവും മേടിക്കുമ്പോഴേ നല്ലത് നോക്കി വാങ്ങുമ്പോൾ അതിന് കുറച്ച് പൈസ കൂടും. അത് ശരിയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ വാങ്ങണേൻ്റെ നമുക്ക് വില കൂടുതലാ തോന്നും, അത് ശരി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ കുറച്ച് മതി, നല്ലത് വാങ്ങുക. പരിപ്പിൻ്റെ മൂപ്പ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കട്ടിയുള്ള ചീനച്ചട്ടിയാണ് വെക്കണം വെച്ചാൽ ആ ചീനച്ചട്ടിക്ക് അല്ലെങ്കിൽ ഉരുളി എന്തായാലും അതിനൊരു ചൂട് കൂടുതൽ നിൽക്കുമതിൽ. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാലും ഈ ചട്ടിയിൽ ഇങ്ങനെ ചൂട് നിൽക്കും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ. ഒരു പൊടിക്ക് മുമ്പ് വാങ്ങണം. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് മൂപ്പായി. ഇനി ഒന്നും ഇങ്ങോട്ട് ഇതിലിരുന്നിട്ട് ഒരു മൂപ്പാവും. ഉരുളിയും പരിപ്പും ഒക്കെ വീണ്ടും കഴുകി. ഇത് നമുക്ക് 3-ാം പാലിൽ വേണമെങ്കിൽ അങ്ങനെയും തിളപ്പിക്കാം കേട്ടോ. അതാണ് വേവിക്കൽ. 3-ാം പാലിലായാൽ തേങ്ങാപ്പാലിൻ്റെ. ഞാൻ ഇപ്പോൾ വെള്ളത്തിലാണ് വേവിക്കുന്നത്. 2 പാലേ ഞാൻ എടുക്കണുള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത പണി തേങ്ങ പിടിയലാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ശക്തിയൊക്കെ വേണം. ഞാൻ കുറച്ച് വെള്ളം കൂട്ടാണ്ട് കിട്ടുമെന്നാണ് നോക്കണമെങ്കിൽ തോന്നണില്ല കിട്ടുന്നത്. എന്താ വെച്ചാൽ 1-ാം പാലെന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായ പാലാണ്. അതിൽ ഇനിയിപ്പോൾ അഥവാ വെള്ളം ചേർക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കിട്ടണില്ലെങ്കിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ചേർക്കുക. പിന്നെ അത് 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല. നമ്മൾ 1-ാം പാൽ ഒരു തുള്ളി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി ഒറ്റ 2-ാം പാൽ മാത്രം കേട്ടോ, അത്രേ പതിവുള്ളൂ. ഞാൻ ചെയ്യലുള്ളൂ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും അതിൻ്റെ രീതി അങ്ങനെയല്ല. 1-ാം പാൽ ഒഴിക്കുക, മാറ്റി വയ്ക്കുക, പിഴിഞ്ഞിട്ട് 2-ാം പാൽ മാറ്റി വയ്ക്കുക, പിഴിഞ്ഞിട്ട് 3-ാം പാലിലാണ് പരിപ്പ് വേവിക്കേണ്ടത്. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ 2-ാം പാൽ കൂട്ടുക. വാങ്ങണതിന് തൊട്ട് മുമ്പായിട്ട് 1-ാം പാൽ കൂട്ടി അങ്ങോട്ട് വാങ്ങുക. അങ്ങനെയാണ് കണക്ക്. പരിപ്പ് നല്ലോണം വേവണം കേട്ടോ, ഇല്ലെങ്കിൽ കടിക്കും. കുക്കറിലൊരു 3-4 അടിയൊക്കെ അടിച്ച് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പാലുകൾ ഓരോന്നായിട്ട് ഒഴിക്കുകയാണ്.
മൂന്നാം പാലൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ കൂടി ഒരൊറ്റപ്പാലാണ്. അപ്പോൾ ഇനി ഒന്നിങ്ങനെ നല്ല തള വന്നാൽ നമുക്ക് ശർക്കര ഇടാം കേട്ടോ. സത്യം പറഞ്ഞതിൻ്റെ അളവ് എനിക്കറിയില്ല, മധുരം കുറവാണ് ഇതിന്, അതായത് അതിൽ മായമില്ലാത്തതുകൊണ്ട് അത് ഏകദേശ കണക്കിലിടുകയാണ്. അപ്പോൾ ഇതാ ശർക്കര നല്ലോണം ഇതിലേക്ക് പിടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് രണ്ടാം പാൽ എന്ന വ്യാജേന വെച്ച പാൽ ഒഴിക്കാൻ പോവുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ ആദ്യം ഒഴിച്ചതും രണ്ടാം പാലാണ്, ഇപ്പോൾ ഒഴിക്കണതും രണ്ടാം പാലാണ്. അപ്പം നല്ലോണം തിളച്ചു. ഞാൻ ഈ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് വാങ്ങാൻ പോവുകയാണ്. കളറ് കണ്ട പായസത്തിലെ പാല് പോരാ. ഇത് വെണ്ണയ്യാണ്. ഇനി നമ്മുടെ അടുത്ത പണി നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിടുക, വേറൊരു പണിയില്ല. തേങ്ങാക്കൊത്ത് വറവിടുകയാണ്. തേങ്ങാക്കൊത്ത് എത്രയും ചെറുതാക്കി നോക്കണോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ശുദ്ധമായ ശർക്കരപ്പൊടി വേണ്ടവർ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. പണ്ട് പിറന്നാളുകൾക്കൊക്കെ പായസം വയ്ക്കും, പക്ഷേ ഇങ്ങനത്തെ പായസം കിട്ടില്ല. പിറന്നാളിനൊക്കെ കിട്ടുക ശർക്കര പായസം, പിണ്ടി പായസം എന്നൊക്കെ പറയും, അങ്ങനത്തെ പായസം കിട്ടുക. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടോ പാലൊഴിച്ചിട്ടോ പായസം കിട്ടണമെങ്കിൽ അത് ഇത്തിരി വിശേഷ ദിവസമാണ്, എന്നാലേ കിട്ടുള്ളൂ. ഈ പരിപ്രഥമനിലൊന്നും ഇവിടെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മളൊന്നും ഏലക്കാപ്പൊടിയൊന്നും ഇടലില്ല കേട്ടോ. അത് ഇടുന്നവരുണ്ട്, ഇടുന്നത് മോശമൊന്നുമല്ല കേട്ടോ പറയണേ. അമ്മയൊന്നും ചെയ്യണത് കണ്ടിട്ടില്ല, അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. പരിപ്രഥമൻ്റെ ഏലക്കാപ്പൊടി ഇടില്ല. പിന്നെ അതുമാതിരി അണ്ടിപ്പരിപ്പ് മുന്തിരിക്കൊന്നും വറുത്തിടാറില്ല. ഈ തേങ്ങാക്കൊത്ത് മാത്രമേ വറുത്തിടുള്ളൂ. ഈ തേങ്ങാക്കൊത്ത് നുറുക്കുമ്പോൾ ഒരു പ്രത്യേകത പറയും കേട്ടോ, ഒരേപോലെ ആവണം അത്രേ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് മൂപ്പ് ഒരേപോലെ നിൽക്കും. ഇതിപ്പോൾ ഒരേപോലെ ഒന്നും ആയിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടെ ഓണാഘോഷിക്കുക. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.